ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡ് ഓംലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. മാത്രമല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇത് കഴിക്കാം. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും വീഡിയോ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്തിട്ട് സോട്ട് ചെയ്യാം. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പച്ചമുളക് ചേർക്കാത്തതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് ഗരം മസാല ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം ചേർക്കുന്നത് ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കാം. വെജിറ്റബിൾസ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ക്യാപ്സിക്കം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇത് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഇവിടെ ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡ് ഓംലെറ്റ് തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലിന് പകരം വേണമെങ്കിൽ ഗീയും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് മിക്സ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് കഷ്ണങ്ങൾ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ബ്രെഡ് മുഴുവനായിട്ട് വെക്കുന്നതിന് പകരം ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുന്നു. അത്രയേ ഉള്ളൂ. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഗ്യാപ്പൊക്കെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. മുഴുവൻ ഗ്യാപ്പും ഫില്ല് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെക്കാം. 1 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈഡൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പതുക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 1 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ബ്രെഡ് ഓംലെറ്റ് അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂടാറി വരുമ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്കിത് കഴിക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്